പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജാനുവരി മാസം 12-ാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കാര്യങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഒന്ന് ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചത്. കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ പ്രഭാതത്തിൽ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്നതോർത്ത്, ജയകരമായി നടത്തുന്നതോർത്ത് ആമേൻ. കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കരം ഉയർത്തി ഒന്നുകൂടെ പറഞ്ഞു, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഒരിക്കലൂടെ പറഞ്ഞാട്ടെ, യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ചാട്ട്. സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഞങ്ങളുടെ അപ്പയാകിയാൽ സ്തോത്രം. അങ്ങ് സ്നേഹ നിധിയാകിയാൽ സ്തോത്രം. അങ്ങ് കരുണ നിറഞ്ഞവനാകിയാൽ സ്തോത്രം. അങ്ങ് വാത്സല്യമുള്ള അപ്പയാകിയാൽ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതിന്മേൽ ദൈവിക അത്ഭുതം ഇന്നത്തെ പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. രോഗികളായിട്ടിരിക്കുന്നവർ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിപൂർണ സ്വസ്ഥത തങ്ങളുടെ ശരീരത്തിൽ കർത്താവ് കൊടുക്കണം. കർത്താവേ, ദൈവിക ആരോഗ്യം അങ്ങയുടെ ദാനമാകുന്നു. ആമേൻ. അങ്ങയുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടിരിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. അപ്പോൾ ആരോഗ്യത്തെ തകർക്കുന്ന, ശരീരത്തെ ആമേൻ ക്ഷീണിപ്പിക്കുന്ന എല്ലാ അവസ്ഥകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ബ്ലഡ് ഷുഗർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ബ്ലഡ് പ്രഷർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. തൈറോയിഡ് ഫങ്ഷൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ കിഡ്നി ഫങ്ഷനുകളും നോർമലായിത്തീരട്ടെ. ലിവർ ഫങ്ഷൻസ് നോർമലായിത്തീരട്ടെ. ശരീരം യേശുവിൻ്റെ നാമത്തിൽ ആരോഗ്യം പ്രാപിക്കട്ടെ. പൂർണ്ണ സ്വസ്ഥത പ്രാപിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പൂർണ്ണ സ്വസ്ഥത പ്രാപിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ജനറൽ ഹെൽത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. തൻ്റെ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി നിൽക്കുവാൻ കർത്താവ് സഹായിക്കണം. സാമ്പത്തികമായ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും തൻ്റെ മക്കളെ വിടുവിക്കുന്നതിന് സ്തോത്രം. ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കർത്താവ് വഴികൾ തുറന്നു കൊടുക്കുന്നതിന് സ്തോത്രം. അതുപോലെ കർത്താവെ, ഈ പ്രഭാതം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങ് തന്ന എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കർത്താവെ, മറ്റ് ഭാരങ്ങളാൽ പ്രയാസങ്ങളാൽ കഴിയുന്നവരുണ്ട്. കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭാരങ്ങളാൽ ഇരിക്കുന്നവരുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവെ, ഈ ദിവസങ്ങളിൽ എല്ലാ റിബൽ സ്പിരിറ്റുകളെയും ഞങ്ങൾ ശാസിക്കുന്നു. കുഞ്ഞുങ്ങളെ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായി തീരട്ടെ. കർത്താവെ, എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. അതുപോലെ കർത്താവെ, ഈ ലോകത്തിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ അവരോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനസ്സിന് ഭയങ്കര സ്വസ്ഥതയില്ലാതെ ഭയങ്കര പ്രയാസപ്പെട്ടിരിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മനസ്സിന് സ്വസ്ഥതയുണ്ടാകട്ടെ. എല്ലാ സ്പിരിറ്റ് ഓഫ് ഡിപ്രഷനും മാറിപ്പോകട്ടെ. എല്ലാ സ്പിരിറ്റ് ഓഫ് ഫിയറും മാറിപ്പോകട്ടെ. കർത്താവിൻ്റെ സമാധാനവും സന്തോഷവും തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രിയിൽ വലിയ കാര്യങ്ങളെ ചെയ്യുന്നതിന് സ്തോത്രം. അങ്ങനെ നാമം മഹിമപ്പെടുവാൻ ഇടവരുന്നതിന് സ്തോത്രം. കർത്താവിൻ്റെ രാജ്യം വിസ്തൃതമാകുന്നതിന് സ്തോത്രം ചെയ്തു. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും ദൈവിക സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് കർത്താവ് അനുവദിച്ചാൽ ഇന്ന് രാത്രിയിൽ ആമേൻ ഇന്ത്യൻ സമയം 9:30 നമ്മുടെ ഈ വർഷത്തെ 3ാമത്തെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടാകും. കഴിഞ്ഞ 2 ഓൺലൈൻ മീറ്റിങ്ങുകളും ഈ വർഷം കർത്താവ് വളരെ അനുഗ്രഹമായി തന്നു.
അതുകൊണ്ട് ഇന്നത്തെ മീറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ പ്രവർത്തിക്കണം. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകളെ നിങ്ങൾ അറിയിച്ചാൽ അത് നമുക്ക് ഒരുമിച്ച് കേൾക്കുവാനും കർത്താവിന് മഹത്വം കൊടുക്കുവാനും കാരണമാകും. അതുകൊണ്ട് നിങ്ങളെ അത് ഏൽപ്പിക്കുന്നു. സമയം സാഹചര്യം ഉണ്ടാകുന്ന പക്ഷം നിങ്ങളുടെ ടെസ്റ്റ് മണികൾ അയച്ചു തരിക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ സഭാപ്രസംഗയുടെ പുസ്തകം അതിൻ്റെ 11-ാമത്തെ അധ്യായം, സഭാപ്രസംഗയുടെ പുസ്തകം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ പറയുന്നു, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് അത് നിനക്ക് കിട്ടും. നന്മ ചെയ്യുകയിൽ, ഗലാത്യലേഖനം 6-ാം അധ്യായം 9-10 വാക്യങ്ങൾ, നന്മ ചെയ്യുകയിൽ മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. യോഹന്നാന്റെ ലേഖനം പറയുന്നുണ്ട്, നിങ്ങൾ നന്മയെ പിന്തുടരണം, നിങ്ങൾ ദോഷത്തെ പിന്തുടരരുത്. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഈ പുതുവർഷത്തിൻ്റെ 12-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക, നിങ്ങൾ നന്മ ചെയ്യുകയിൽ മടുത്തു പോകരുത്. അയ്യോ, സഭാപ്രസംഗി പറഞ്ഞു, നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക. അപ്പമെന്ന് പറയുന്നത് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ റിസോഴ്സുകളെ, നമ്മുടെ ദയ, നമ്മുടെ സമയം, നമ്മുടെ സ്നേഹം, നമ്മുടെ സഹായം. എറിയുക എന്ന് പറഞ്ഞാൽ എന്നാ പറയുക, നമ്മളിപ്പോൾ എറിയുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഗ്യാരണ്ടി ഒന്നുമില്ല, വിത്തൗട്ട് ഗ്യാരണ്ടി ഓഫ് എപ്പം കിട്ടുമെന്നൊന്നും അറിയാം. നമ്മൾ ഒറ്റ ഏറെറിഞ്ഞു എന്ന് പറയുന്ന പോലെ നിൻ്റെ അപ്പത്തെ എന്നാ ചെയ്യണം, വെള്ളത്തിലെറിയുക. അപ്പോൾ നിൻ്റെ റിസോഴ്സുകളെ, നിൻ്റെ കൈൻഡ്നെസ് അല്ലെങ്കിൽ നമ്മുടെ ദയ, നമ്മുടെ മനസ്സലിവ്, നമ്മുടെ സമയം, നമ്മുടെ സ്നേഹം, നമ്മുടെ സഹായം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എറിയാൻ പഠിക്കണം. അപ്പം നന്മ ചെയ്യുക എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. അല്ലാതെ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് നന്മ ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും മനസ്സിൽ കണക്ക് കൂട്ടി എനിക്കത് തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ നന്മ ചെയ്യുക എന്ന് പറയുന്നത് ഒരു നല്ല പ്രവൃത്തിയാണ്. അത് നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ചായിട്ടില്ല ചെയ്യുന്നത്. അവിടെ പറഞ്ഞ് നിൻ്റെ അപ്പത്തെ വെള്ളത്തിലെറിയുക, അപ്പോൺ വാട്ടേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. വാട്ടർ സിംബലൈസ് എന്തോ അൺസർട്ടനിറ്റി. അതിനകത്ത് നമുക്കൊരു ഒരു വെള്ളത്തിലോട്ട് അപ്പം പറഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല. അത് എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു കൃഷിക്കാരൻ നിലത്തിനകത്തോട്ടും വിത്തിടുന്നത് പോലെയുള്ള, അത് മണ്ണിനടിയിലോട്ട് പോയി, അത് പിന്നെ അദ്ദേഹം കാണുന്നില്ല. അത് എഴുന്നേറ്റ് വരുമ്പോഴോ എപ്പോഴാണ് ഹാർവസ്റ്റ് ഉണ്ടാകുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലാണ് വേദവസ്തം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവം നമ്മൾ നന്മ ചെയ്യുമ്പോൾ ദൈവം നമുക്ക് ഗ്യാരണ്ടീഡ് റിട്ടേൺസ് ആണ് തരുന്നത്. ഇപ്പം ഈ സ്റ്റോക്ക് മാർക്കറ്റും അതുപോലെ തന്നെ പല തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ പറയുന്നുണ്ട് ഗ്യാരണ്ടീഡ് റിട്ടേൺ ഉണ്ട്, ഗ്യാരണ്ടീഡ് റിട്ടേൺ. അതായത് ഉറപ്പായിട്ടും നമുക്ക് റിട്ടേൺ കിട്ടുമെന്ന് പറയും. ആമേൻ. ഇത് വേദവസ്തം പറയുക, നമ്മൾ നന്മ ചെയ്യുകയിൽ നമ്മൾ മടുത്തു പോകേണ്ട ആവശ്യമില്ല. കാരണം അത് നമുക്ക് നിശ്ചയമായിട്ടും അതിൻ്റെ ഒരു ഹാർവസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കണമെന്നില്ല, നമ്മൾ കൊടുത്തതുപോലെ ആയിരിക്കണമെന്നില്ല. ആമേൻ. കൊടുത്ത സമയത്തായിരിക്കണമെന്നില്ല. ആമേൻ. കൊടുത്ത അതേ അളവിലായിരിക്കണമെന്നില്ല. ഒരു പക്ഷേ കൊടുത്തതിനേക്കാളും വ്യത്യസ്തമായ രീതിയിലായിരിക്കും തിരിച്ചു കിട്ടുന്നത്, വ്യത്യസ്തമായ സമയത്തായിരിക്കും തിരിച്ചു കിട്ടുന്നത്, വ്യത്യസ്തമായ അളവിലായിരിക്കും കർത്താവ് നമുക്ക് തിരിച്ചു തരുന്നത്. ഒരു കാര്യമുണ്ട്, കർത്താവ് ഒരിക്കലും മറക്കത്തില്ല. നമ്മൾ സ്നേഹത്തോടെ ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തിയും, ദൈവത്തോടും മനുഷ്യനോടുമുള്ള സ്നേഹത്തോടെ ഈ ഭൂമിയിൽ നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തിയും കർത്താവ് മറന്നു കളയത്തില്ല. നിശ്ചയമായിട്ടും അതിന് കർത്താവ് പ്രതിഫലം തരും. ആമേൻ. ജോസഫ് എന്ത് ചെയ്തു? കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും നന്മ ചെയ്തു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഫേവർ കാരാഗ്രഹത്തിലല്ല, കൊട്ടാരത്തിലാണ് വെളിപ്പെട്ട്. കാരാഗ്രഹത്തിനകത്തല്ല ഫേവർ കിട്ടുന്നത്. ആമേൻ. രൂത്ത് തൻ്റെ അമ്മാവിയമ്മയോടുകൂടെ പോരാൻ തീരുമാനിച്ചു. രൂത്ത് ഒരു നന്മ പ്രവർത്തിച്ചു. രൂത്ത് നോക്കിയപ്പം അമ്മായിയമ്മയുടെ കാര്യം നോക്കിയപ്പോൾ അപ്പച്ചനും മരിച്ചുപോയി, 2 പിള്ളേർ ആൺമക്കളുണ്ട്, അവരും മരിച്ചുപോയി. അപ്പോൾ രൂത്ത് എന്നാ ചെയ്തു? രൂത്ത് അമ്മായിയമ്മയോട് കരുണ കാണിച്ച്, സ്നേഹം കാണിച്ച് അമ്മായിയമ്മയോടുകൂടെ തിരിച്ചു പോരാൻ തീരുമാനിച്ചപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? രൂത്തിനെ ഒരു അസാധാരണമായ ഹാർവസ്റ്റിലേക്കാണ് നയിച്ചത്. അല്ലേ? ആ കഥ അറിയാവുന്നവർക്കറിയാം. രൂത്തിനെ ഒരു പ്രത്യേക നന്മയിലേക്ക് കൊണ്ടുവന്നു. ആമേൻ. യേശു എന്ത് ചെയ്തു? അപ്പോസ്തലപ്രവൃത്തി 10:30 പറഞ്ഞു, യേശു നന്മ ചെയ്തു. അവൻ നന്മ ചെയ്ത് നടന്നതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും അധികം ഉയർത്താൻ കാരണമായി.
ഒരിക്കൽ ഞാനിങ്ങനെ ഒരു കഥ വായിച്ചിട്ടുണ്ട്. ഒരു ടാക്സി ഡ്രൈവർ ഒരിക്കൽ ടാക്സി ഓടിച്ച് ഒരു യാത്രക്കാരനെ കൊണ്ടുവന്ന് ഒരു ഡെസ്റ്റിനേഷനിലെത്തിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് കണക്ക് കൂട്ടുമ്പോൾ ഈ യാത്രയുടെ മൊത്തം പൈസയും കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ ഇല്ല. അവസാനം ഇദ്ദേഹത്തിൻ്റെ പരുങ്ങൽ കണ്ടപ്പോൾ ടാക്സി ഡ്രൈവർ പറഞ്ഞു, സാറേ ഇന്ന് പൈസ തരണ്ട, സാറേ ഇനിയും വരുമ്പം തന്നാൽ മതി. അയ്യോ, അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി, ഇപ്പം കാണാൻ. പക്ഷേ ടാക്സി ഡ്രൈവറിൻ്റെ മനസ്സിൽ ബോധ്യമായി ഇദ്ദേഹത്തിൻ്റെ പൈസ ഇല്ല. അത് തന്നെയല്ല, ഇദ്ദേഹം ഒരു സ്ട്രേഞ്ചറാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിൽക്കണമെങ്കിലും പൈസ വേണം. അദ്ദേഹം പൈസ മേടിക്കാതെ പോയി. ഈ ടാക്സി ഡ്രൈവറിൻ്റെ സാക്ഷ്യം ഇതാണ്. അന്ന് വൈകിട്ട് വേറൊരു സ്ട്രേഞ്ചറായ മനുഷ്യൻ ടാക്സിയിൽ കയറി വർത്തമാനം പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹം അവിടുത്തെ വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ CEO ആയിരുന്നു. ആ മനുഷ്യൻ മുഖാന്തരം ഒരു 6 മാസത്തേക്കിനുള്ള ഒരു പ്രൊജക്റ്റിന് ഇദ്ദേഹത്തിൻ്റെ വണ്ടി അവർ എടുക്കുവാൻ കാരണമായി. അപ്പോൾ കണ്ടോ, ഇവിടെ ഒരു നന്മ ചെയ്തു, ലഭിച്ച റിട്ടേൺ കണ്ടോ എത്ര വ്യത്യസ്തമായിട്ടാണ് ലഭിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്, നന്മ ചെയ്യുന്നതിൽ എന്ത് ചെയ്യരുത്, മടുത്തു പോകരുത്. ആമേൻ. അങ്ങനെയെങ്കിൽ തക്ക സമയത്ത് കൊയ്യുവാനിട വരും. വേറൊരു ഉദാഹരണം കൂടെ പറയാം. ഒരു ടീച്ചർ, ഒരു അധ്യാപകൻ തൻ്റെ ക്ലാസ്സിൽ ഏറ്റവും മോശമായിരുന്ന ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടി മറ്റ് ടീച്ചർമാരെല്ലാം കൈവിട്ട ഒരു സ്റ്റുഡൻറ്റ്, പക്ഷേ അദ്ദേഹത്തെ എൻകറേജ് ചെയ്യാൻ തുടങ്ങി. ആ ചെറുപ്പക്കാരനെ എൻകറേജ് ചെയ്തു, മോനെ നിനക്ക് പഠിക്കാൻ കഴിവുണ്ട്, നീ പഠിച്ചാൽ നിനക്ക് ഉന്നത സ്ഥാനത്തെത്താം. പക്ഷേ മറ്റൊരു സാർമാരെല്ലാം പറഞ്ഞു ഇവനെ ഒന്നിനും കൊള്ളത്തില്ല, ഇവൻ ഡ്രിബലാണ്, ഇവൻ ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ സമയം എക്സ്ട്രാ എടുത്ത്, ഒരു പരിചയമില്ലാത്ത കൊച്ച തൻ്റെ സമയം എക്സ്ട്രാ എടുത്ത് ഈ പിന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ചെറുപ്പക്കാരനെ പഠിപ്പിക്കുവാൻ ശ്രമിച്ചു. അവസാനം ആ ചെറുപ്പക്കാരൻ പഠിച്ച് അസാധാരണമായ വിജയത്തിലെത്തി, വലിയ ഭാവിയിലേക്ക് എത്തിച്ചേരുവാൻ കാരണമായി. അത് മുഖാന്തരം എന്ത് സംഭവിച്ചു? ആമേൻ. ഭാവി വലിയ നിലയിലെത്തിച്ചേർന്നപ്പോൾ ഈ അധ്യാപകൻ പ്രായമായി കഴിഞ്ഞപ്പോൾ അധ്യാപകനെ നോക്കാൻ ആളില്ല. അവസാനം ഈ ചെറുപ്പക്കാരനാണ് അധ്യാപകനെ നോക്കാൻ കാരണമായത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മളെ ഇവിടെ ഓർപ്പിക്കുന്ന ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മ ചെയ്യാൻ സാഹചര്യം ഉള്ളപ്പോൾ നിൻ്റെ അപ്പത്തെ വെള്ളത്തിലെറിയുക. തക്ക സമയത്ത് നമുക്ക് എന്ത് ലഭിക്കും? കൊയ്ത്ത് ലഭിക്കും. തക്ക സമയത്ത് കൊയ്ത്ത് ലഭിക്കും. നമുക്കറിയത്തില്ല എപ്പോഴായിരിക്കും നമുക്ക് കൊയ്ത്ത് ലഭിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, തക്ക സമയത്ത് നമുക്ക് കൊയ്യാൻ സാധിക്കും. 2026 അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്, നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്, വഴികൾ കണ്ടെത്തുക. നമുക്ക് ഒരുപക്ഷെ ഇന്ന് നമ്മൾ നന്മ ചെയ്യുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ വകുപ്പൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ പ്രതീക്ഷ ഉണ്ടെങ്കിലും ഇല്ലേലും നന്മകൾ ചെയ്യുക, അതിന് തക്ക സമയത്ത് നമുക്ക് പ്രതിഫലം ഉണ്ടാകും. ദൈവം നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ. ആമേൻ. നമ്മുടെ തലയെ കർത്താവ് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. നന്മ ചെയ്യുകയിൽ മടുത്തു പോകരുത്. തക്ക സമയത്തൊരു കൊയ്ത്തുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. God bless you, God bless you, God bless you. We are blessed, we are really blessed, we are permanently blessed and highly favored. God bless you.